വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാട്ടുപന്നിയുടെ പരാക്രമത്തിൽ യുവാവിന് ഗുരുതരമായ പരിക്ക്. വണ്ടൂർ നടുവത്ത് രാജീവ് നഗർ കൊമ്മഞ്ചേരി സതീഷിനാണ് പരിക്കേറ്റത്. ജോലിക്ക് ഓട്ടോറിക്ഷയിൽ പോകും വഴിയാണ് കാട്ടുപന്നി ആക്രമണം നടത്തിയത്. വണ്ടൂർ അങ്ങാടിയിലെ നഗര സൗന്ദര്യവൽക്കരണം. നിലമ്പൂർ പാണ്ടിക്കാട് റോഡിൽ കൈവരി സ്ഥാപിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപാരി വ്യവസായി സമിതി. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന് നിവേദനം നൽകി. ഉമ്മൻചാണ്ടി അനുസ്മരണം പൂക്കോട്ടുംപാടത്ത് സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടത്തിയത്. ആര്യടൻ ഷൗക്കത്ത് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്ക്. ഓട്ടോറിക്ഷയിൽ ജോലിക്ക് പോവുകയായിരുന്ന വണ്ടൂർ നടുവത്ത് രാജീവ് നഗർ കൊമ്മഞ്ചേരി സതീഷ് എന്നയാളെയാണ് കാട്ടുപന്നി ആക്രമിച്ചത്. ഓട്ടോറിക്ഷ മറച്ചിട്ട കാട്ടുപന്നി വലിയ അപകടമാണ് വരുത്തിവെച്ചത്. രാജീവിന് വളരെ ഗുരുതരമായി പരിക്കേറ്റപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 36-കാരനായ യുവാവിനെ ആക്രമിച്ച ശേഷം ശരീരത്തിലേക്ക് ഓട്ടോറിക്ഷയും മറച്ചിടുകയായിരുന്നു. നിലവിലേക്ക് എത്തിയ സമീപവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള സതീഷിന്റെ ഇടത് കൈക്കും ഇടത് കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. എല്ലിൽ നിന്നും മാംസം വേർപെട്ടതിനാൽ പ്ലാസ്റ്റിക് സർജറിയും നടത്തണം. കഴിഞ്ഞ ദിവസം പുലർച്ചെ ചെമ്മരം പള്ളിപ്പടിയിൽ വെച്ചാണ് സംഭവം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സതീഷ് ഓട്ടോറിക്ഷയിൽ ജോലിക്ക് പോകുന്നതിനിടയിലാണ് അക്രമത്തിന് ഇരയായത്. ഞാൻ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പണിക്ക് പോവുകയാണ്. എൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോയിരുന്നത്. അപ്പോൾ നമ്മളെ ചെമ്മരം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് അടുത്ത വളവിന്ന് വണ്ടി ഞാൻ പതുക്കെയാണ് പോയിരുന്നത്. പക്ഷേ ആ വളവിന്ന് ഞാൻ പന്നി വരുന്നത് ഞാൻ കണ്ടില്ല. ആ വളവിന്ന് പന്നി വന്ന് ഓട്ടോയ്ക്ക് പിടിച്ചിട്ടാണ്ട് തെറിപ്പിച്ചു. ഒരു 4-5 മറച്ചിൽ മറിഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെ ആ മറച്ചിലും മറിഞ്ഞ് വണ്ടീൻ്റെ അടിയിൽ ഞാൻ എൻ്റെ കൈയടക്കം പെട്ടുപോയി എന്നല്ല, എന്നിട്ട് വണ്ടി അടക്കം മേത്ത് കൂടെയാണ് നിരങ്ങിപ്പോയത്. അതിൽ കൈയിൻ്റെ പച്ചീൻ്റെ മുകളിലേക്കുള്ള ഇറച്ചി മൊത്തം പോയി. മൊത്തം തെല്ല് മാത്രമേ ഉള്ളൂ.
പിന്നെ കയ്യിൽ നിന്നൊക്കെ ഞരമ്പ് വിരലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട വിരൽ മൊത്തം കട്ടായിപ്പോയി. പിന്നെ കാലിന്മേൽ വലിയൊരു മുറിയായിരുന്നു. പിന്നെ ഷോൾഡർ ഈ ഭാഗം മൊത്തം പോയി, സൈഡ് മൊത്തം ഇതായിരുന്നു. പിന്നെ കാലിന്മേൽ 25 സ്റ്റിച്ച് വന്നിട്ടുണ്ട്. കയ്യിന്മേൽ ഉള്ളിലും പുറത്തും ഒക്കെപ്പാടായിട്ടൊരു 150 സ്റ്റിച്ച് ഉണ്ട്. വണ്ടൂർ അങ്ങാടിയിലെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ പാണ്ടിക്കാട് റോഡിൽ കൈവരി സ്ഥാപിക്കുവാനുള്ള നീക്കത്തിനെതിരെ വ്യാപാരി വ്യവസായി സമിതി രംഗത്ത്. ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി സംഘടന രംഗത്തെത്തി. വ്യാപാര സ്ഥാപനങ്ങളിലേക്കുള്ള ജനങ്ങളുടെ സുഗമമായ പ്രവേശനത്തെയും ചരക്കിറക്കുന്നതിനെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയും സ്ഥലം MLA യും കൂടിയായ AP അനിൽകുമാറിന് ഇപ്പോൾ സംഘടനാ ഭാരവാഹികൾ നിവേദനം നൽകി. നിലവിൽ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് വ്യാപാര മേഖല കടന്നുപോകുന്നത്. ഇതിനിടയിൽ റോഡരികിൽ കൂടി കൈവരികൾ സ്ഥാപിക്കുന്നത് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇരട്ടിയാക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വ്യാപാരികൾക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ പ്രയാസങ്ങൾ കാരണം വ്യാപാരികൾക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിറക്കുന്നതിനും അതേപോലെ തന്നെ മറ്റ് വിനിയമങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ബാരിക്കേഡ് വെച്ച നമ്മളെ വണ്ടൂരിലെ കാളികാവ് മഞ്ചേരി റോഡിലെ പല ബാരിക്കേഡുകളും പല സ്ഥലങ്ങളിലും വീണ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് 2-3 ഇഞ്ചുകൾ മാത്രമാണ് ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ചത്. ഇങ്ങനെ ഒരു കാരണവശാലും ഒരു സുരക്ഷിതത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാത്തത് കാരണം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് സ്കൂൾ പോകുന്ന സമയത്ത് 2 പേര് അഥവാ ഒന്ന് മാറി ബാരിക്കേഡിൽ ചാരി നിൽക്കുകയാണെങ്കിൽ ആ ബാരിക്കേഡ് മറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മളെ വണ്ടൂര് പാണ്ടിക്കാട് നിലമ്പൂർ റോഡിലെ ബാരിക്കേഡ് ഒന്ന് പുതിയ നിർമ്മാണത്തിൽ കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇന്നൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. മുൻപ് മഞ്ചേരി കാളികാവ് റോഡിൽ ഇത്തരത്തിൽ സ്ഥാപിച്ച കൈവരികൾ പലയിടത്തും ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതും സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതുമായ ഈ തീരുമാനത്തിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്നാണ് ഇവരുടെ ആവശ്യം. വണ്ടൂരിലെ MLA ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് സംഘടനാ ഭാരവാഹികൾ മന്ത്രിക്ക് നേരിട്ട് നിവേദനം കൈമാറിയത്. വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ ഏരിയ പ്രസിഡന്റ് IV ഷമീർ, യൂണിറ്റ് സെക്രട്ടറി KV സുരേഷ്, യൂണിറ്റ് പ്രസിഡന്റ് അഫ്സൽ PK, സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. വഖഫ് സത്യവാങ്മൂലം നൽകിയതിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടിട്ടില്ലെന്ന് മന്ത്രി AP അനിൽകുമാർ. റവന്യൂ വകുപ്പ് സെക്രട്ടറിക്ക് വഖഫിന്റെ കൂടി ചുമതലയുണ്ട്, അതിനാലാണ് ഇത്തരത്തിലൊരു സംശയം ഉയർന്നതെന്നും റവന്യൂ വകുപ്പിന് ഇക്കാര്യത്തിലൊന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അഫിഡവിറ്റ് നൽകുന്ന സമയത്ത് അതത് വകുപ്പുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അത് റവന്യൂ സെക്രട്ടറിയോ റവന്യൂ മിനിസ്റ്ററോ അല്ലെങ്കിൽ റവന്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ചെയ്യേണ്ടത് വകുപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കേസിൽ അഫിഡവിറ്റ് നൽകേണ്ടത് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അഫിഡവിറ്റ് നൽകിയിട്ടുള്ളത്. അതിൽ വേറൊരു കൺഫ്യൂഷന് ഒരു കാര്യമില്ല. അതിനകത്ത് അണ്ടർ സെക്രട്ടറി റവന്യൂ എന്ന് പറയുന്നത് അവർ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അവർ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ അവരുടെ കീഴിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്. യഥാർത്ഥത്തിൽ ഇത് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട വകുപ്പ് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. റവന്യൂ വകുപ്പിനല്ല അതിന്റെ ഉത്തരവാദിത്വം. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കും. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെ വേണം ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കും. റവന്യൂ വകുപ്പിന്റെ അറിവോടെയല്ല ഈ ഒരു റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള കാര്യമാണെങ്കിൽ മാത്രമേ റവന്യൂ വകുപ്പ് അറിയാതെ മന്ത്രിയോ സെക്രട്ടറിയോ അറിയാതെ പോയാൽ നമുക്കതൊരു പരാതി പറയാൻ പറ്റും. ഇത് ഞങ്ങളുടെ വകുപ്പിന് കീഴിലല്ല, റവന്യൂ വകുപ്പിന് കീഴിലല്ല. ഇത് വകുപ്പ് മൈനോറിറ്റിയുടെ ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ന്യൂനപക്ഷ വകുപ്പ് തന്നെയാണ് അതിൻ്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് റവന്യൂ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യം, റവന്യൂ അറിയേണ്ട കാര്യമില്ല. റവന്യൂ വകുപ്പ് അത് അറിയേണ്ട ഒരു കാര്യമില്ല. റവന്യൂ വകുപ്പിനകത്തുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അത് സെക്രട്ടറിയോ മിനിസ്റ്ററോ അറിയേണ്ടതാണെങ്കിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പറയും. ഇതല്ല, ഇത് വകുപ്പിൻ്റെ കാര്യം, മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്, അവരത് കൊടുത്തു. അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ
യാതൊരു കൺഫ്യൂഷനും ഇല്ല. റവന്യൂ അണ്ടർ സെക്രട്ടറിയാണ് ആ ഉത്തരവിറക്കിയത്. റവന്യൂ അണ്ടർ സെക്രട്ടറി വകുപ്പുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കൂടി ചുമതല വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ധാരണ വന്നത്. ഇത് റവന്യൂ ആണല്ലോ എന്ന ധാരണ. റവന്യൂ അല്ല. ജനപക്ഷ വികസനത്തിലൂടെ കേരളത്തിന് കരുതലായി നിന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷിക അനുസ്മരണത്തിന്റെ ഭാഗമായി പൂക്കോട്ടുംപാടത്ത് അമരമ്പലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആര്യടൻ ഷൗക്കത്ത്. നേരിട്ട് കാര്യങ്ങൾ പറയാനും അത് ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കാൻ ഉമ്മൻചാണ്ടി സാറിന്റെ തിയറി തന്നെ ഏതാണ്? നമ്മൾ കുറേ ശുപാർശകൾ ചെയ്യും, എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒന്ന് ശരിയായത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ കാര്യമായി. നമ്മളെ കൊണ്ട് ജീവിക്കുന്ന കാലത്ത് നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നതാണ്. ഉമ്മൻചാണ്ടി സാറ് നേരെ ഇപ്പൊ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി വില്ലേജ് ഓഫീസർ വിളിക്കും, നേരിട്ട് ഇല്ലല്ലോ, എന്താ പറയാ, കലക്ടർ വിളിച്ചിട്ടുണ്ട്. എന്റെ മുമ്പ് ഉമ്മൻചാണ്ടി സാർ തൃശ്ശൂർ വില്ലേജ് ഓഫീസറെ നേരിട്ട് വിളിക്കും. ആ വില്ലേജ് ഓഫീസർ ഇല്ല, വില്ലേജ് അസിസ്റ്റന്റ് ഉള്ളൂ. സാർ നമ്മുടെ വില്ലേജ് അസിസ്റ്റന്റ് നമ്പറുമായി വിളിച്ചു. മുഖ്യമന്ത്രി വിളിക്കുക. മണ്ഡലം പ്രസിഡന്റ് കേമ്പിൽ രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, VP അബ്ദുൽ കരീം, KM സുബൈർ, അമീർ പൊറ്റുമൽ, ശിവദാസൻ ഉള്ളാട്, രാഹുൽ തേൾപ്പാറ, സുധാമണി, KT രതീഷ് എന്നിവർ പ്രസംഗിച്ചു. കേരള ആർട്ടിസാൻസ് യൂണിയൻ മമ്പാട് പഞ്ചായത്ത് സമ്മേളനം പുളിക്കലൊടിയിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം VT ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. K സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എരഞ്ഞിമണ്ണിൽ നാരായണൻകുട്ടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. TK ബഷീർ, ബാപ്പു വണ്ടൂർ, മനോജ് ലാൽ, കുഞ്ഞൻകുട്ടി എന്നിവർ സംസാരിച്ചു. അല്ലിപ്ര മജീദ് പതാക ഉയർത്തി. പുതിയ ഭാരവാഹികളായി K സലാഹുദ്ദീൻ പ്രസിഡന്റ്, എരഞ്ഞിമണ്ണിൽ നാരായണൻകുട്ടി സെക്രട്ടറി, ജയചന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. വണ്ടൂർ എറിയാട് UP സ്കൂളിൽ ചേർന്ന കർഷക തൊഴിലാളി യൂണിയൻ സമ്മേളനം KSKTU ജില്ലാ കമ്മിറ്റി അംഗം MT അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സമൂഹവും നമ്മുടെ കേരള സംസ്ഥാനം രൂപപ്പെടുത്തുന്നതിലും ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ സമ്പത്ത് വാർത്തെടുക്കുന്നതിലും കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപം കൊണ്ട കേരള സംസ്ഥാനം. മേഖലാ പ്രസിഡന്റ് E ഉദയകുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി C സുലോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, C ജയപ്രകാശ്, A കോമളവല്ലി, M രാജഗോപാലൻ, KP ഭാസ്കരൻ, K ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം. ₹1 നിലമ്പൂരിൽ 20 ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസിനും ഉൾപ്പെടെ 5 ഗൃഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് ₹1 ജൂലൈ 10 മുതൽ ജൂലൈ 14 വരെ. നിലമ്പൂരിൽ ആരംഭിക്കുന്ന ₹199 മഹാത്ഭുതത്തിൽ ആദ്യമെത്തുന്ന 500 പേർക്ക് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, നോൺ സ്റ്റിക് ഗ്ലാസ് വെയർ ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും ₹199 മാത്രം. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും ₹199 മാത്രം. ₹199 മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ.
25 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല, പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. വെട്ടാപ്പള്ളിൽ ഏജൻസി
വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി ആരോഗ്യ പരിശോധനാ ക്യാമ്പും രക്ഷക ഹെൽത്ത് കാർഡ് വിതരണവും നടത്തി. മമ്പാട് ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് ഇപ്പൂട്ടിങ്ങൽ പരതമ്മൽ AMLP സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ മുബീന ചോലയിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം താളിപ്പൊയിലിൽ 2-ാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് തല പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി KM ക്യാമ്പിന് നേതൃത്വം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അംജദ്, ഗോപിക, ഉദയൻ GG എന്നിവരും ആശാപ്രവർത്തകരും ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത 110ഓളം അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കുകയും അവർക്ക് രക്ഷക ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും മമ്പാട് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കുള്ള ആരോഗ്യ പരിശോധന ക്യാമ്പും രക്ഷക ഹെൽത്ത് കാർഡ് വിതരണവും പരതമ്മൽ AMLP സ്കൂൾ സമീപമുള്ള ബിൽഡിംഗിൽ വെച്ച് നടത്തി. പ്രസ്തുത ക്യാമ്പയിന്റെ 3-ാം ദിനമായ ഇന്ന് 110ഓളം അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ പരിശോധനയും രക്ഷ ഹെൽത്ത് കാർഡ് വിതരണവും നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിലും മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ അതിഥി തൊഴിലാളികൾക്കുള്ള ആരോഗ്യ പരിശോധന ക്യാമ്പും രക്ഷ ഹെൽത്ത് കാർഡ് വിതരണവും നടത്തുന്നതായിരിക്കും. ബിൽഡിംഗ് ഓണേഴ്സും വർക്ക് സൈറ്റ് കോൺട്രാക്ടർമാരും പ്രസ്തുത പ്രോഗ്രാമിന് എല്ലാവിധ സഹകരണങ്ങളും നൽകണമെന്ന് അറിയിക്കുന്നു. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ അധ്യാപകരുടെ സംഗമം സംഘടിപ്പിച്ചു. ആര്യടൻ ഷൗക്കത്ത് MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൃത്യമായ ആ ഒരു സ്നേഹം ഇവിടെ വന്നവർക്കൊക്കെ, ക്യാമ്പസിൽ വന്നവർക്കൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അത് മാനവേദൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇന്ന് പലരും വളരെ ദൂരെ നിന്ന് വന്നതാ. തിരുവനന്തപുരത്തു നിന്ന് വന്ന ടീച്ചർ ഇവിടെയുണ്ട്. ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ടീച്ചർക്ക് ഇപ്പം എൻ്റെ അതേ പ്രായമായിരിക്കും അല്ലേ? 45 കഴിഞ്ഞില്ലേ? ആ, എൻ്റെ ഏകദേശം അതേ പ്രായമാണ് ടീച്ചർ. അപ്പോൾ വർഗീസ് മാഷിക്ക് ഒരു സംശയമുണ്ടോ? എനിക്ക് 45 അല്ലേ? ഇല്ല, മാഷിക്ക് മനസ്സിലായില്ല. തലമുറകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഗമത്തിൽ 60ഓളം പേർ പങ്കെടുത്തു. ശാന്ത എഡ്വേർഡ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ M. അബ്ദുറഹിമാൻ, VC ജോർജ്, TJ മാത്യു, മുസ്തഫ, ജോർജ് V. എബ്രഹാം, MP രാമകൃഷ്ണൻ, C. സന്തോഷ് കുമാർ, AP ഹബീബുള്ള, കൃഷ്ണകിഷോർ എന്നിവർ സംസാരിച്ചു. നീറ്റ് പരീക്ഷയിൽ ഉജ്ജ്വല നേട്ടവുമായി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് P. ഫാത്തിമ ഹിബ. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കി 2ാം ശ്രമത്തിലാണ് ഫാത്തിമ ഹിബ ഈ മികച്ച വിജയം കരസ്ഥമാക്കിയത്. പോരൂർ പുളിയക്കോട് സ്വദേശിയാണ് ഫാത്തിമ ഹിബ. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രകടനമാണ് 2026 നീറ്റ് പരീക്ഷയിൽ ഫാത്തിമ ഹിബ കാഴ്ചവെച്ചത്. പരീക്ഷയിൽ 633 മാർക്ക് നേടിയ ഹിബ ദേശീയ തലത്തിൽ 1160 റാങ്കും കരസ്ഥമാക്കി. തൻ്റെ 2ാമത്തെ ശ്രമത്തിലാണ് ഫാത്തിമ ഹിബ ഈ സ്വപ്നതുല്യമായ നേട്ടത്തിലേക്ക് എത്തിയത്. ചെറുപ്പം മുതലുള്ള തൻ്റെ ഡോക്ടർ എന്ന ആഗ്രഹത്തിന് പൂർണ്ണ പിന്തുണയുമായി നിന്ന മാതാപിതാക്കളും പഠിച്ച സ്ഥാപനവുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് ഹിബ പറയുന്നു. നീറ്റ് എക്സാമിൽ 633 മാർക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് ഇപ്പോൾ. പിന്നെ എനിക്കതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാല് എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും തന്നെയാണ്. എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഈ ആഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് എൻ്റെ ഉമ്മിപ്പൻ തന്നെയാണ്. അതിന് ഓൾക്ക് വളരെയധികം നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഇതിന് തന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും സഹായിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമാണിത്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജംഷീർ മോന്റെയും TP ഹസീനയുടെയും മകളാണ് ഫാത്തിമ ഹിബ. മകളുടെ ഈ വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് രക്ഷിതാക്കളും പ്രതികരിച്ചു. ചെറുപ്പം മുതലേ ഓക്ക് പഠിക്കാൻ നല്ല താല്പര്യമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം ഞാനും പെണ്ണുങ്ങളും വീട്ടുകാരും എല്ലാവരും ഒപ്പം നിന്ന് കൊടുത്തു. ആദിൽ, ഐസാൻ എന്നിവർ സഹോദരങ്ങളും ഫാത്തിമ റിയ സഹോദരിയുമാണ്. ഉന്നത വിജയം നേടിയ ഫാത്തിമ ഹിബയെ വണ്ടൂർ ഫിൻവേഴ്സ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു.
കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷനും ലീഡർഷിപ്പ് ക്യാമ്പയിനും നടന്നു. വണ്ടൂർ വ്യാപാരി വ്യവസായി സമിതി ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MR അജിത് കിഷോർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളാവണമെന്ന് നമ്മൾ പറഞ്ഞില്ല. ഇടതുപക്ഷമാണ് ഇത്തരം മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? കേവലം രോഗമില്ലാത്ത അവസ്ഥയെ ആരോഗ്യം എന്ന് പറയില്ല. അത് സാമ്പത്തികവും സാമൂഹികവും ശാരീരികവും മാനസികവുമായ സുസ്ഥിതിയെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. സർക്കാർ മേഖലയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്ക് നിശ്ചയിച്ച ദിവസവേതനം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. KPPA സംസ്ഥാന ട്രഷറർ T സതീശൻ, C ബാലകൃഷ്ണൻ, PV ബാബുരാജ്, അഫ്സൽ സീലത്ത്, P ശ്രീപ്രകാശ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KV സലീം പ്രസിഡന്റ്, K രജനി, അഫ്സൽ സുൽത്താൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, അഫ്സൽ സീലത്ത് സെക്രട്ടറി, ബാബുരാജ് KP, V റഷീദ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ, P ശ്രീപ്രകാശ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. നിലമ്പൂർ ശോഭിക വെഡ്ഡിങ്സിൽ സ്റ്റാഫ് ജന്മദിനാഘോഷവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും നടത്തി. ശോഭിക വെഡ്ഡിങ്സിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷൗക്കത്ത് അലി കൂമഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമായി ശോഭിക വെഡ്ഡിങ്സിൽ ഒരുക്കിയത്. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും അവരുടെ മികച്ച നേട്ടങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. സ്റ്റോർ മാനേജർ ഷാക്കിർ സ്വാഗതം പറഞ്ഞു. ഷോറൂം ഇൻചാർജ് ഷാജി പടിഞ്ഞാറെ വീട്ടിൽ, അഡ്മിൻ അബ്ദുൾ അസീസ് എന്നിവർ ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി അഭിപ്രായപ്പെട്ടു. സ്റ്റാഫ് ജന്മദിനം ആഘോഷിക്കുന്ന ജീവനക്കാരെ ചടങ്ങിൽ ആദരിക്കുകയും കേക്ക് മുറിച്ച് ആഘോഷങ്ങൾ പങ്കിടുകയും ചെയ്തു. ജീവനക്കാരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ശോഭിക വെഡ്ഡിങ്സിന്റെ ഓണത്തോടനുബന്ധിച്ചുള്ള പുതിയ ഓണം കളക്ഷൻസും ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ചു. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടുപന്നിയുടെ പരാക്രമത്തിൽ യുവാവിന് ഗുരുതരമായ പരിക്ക്. വണ്ടൂർ നടുവത്ത് രാജീവ് നഗർ കൊമ്മഞ്ചേരി സതീഷിനാണ് പരിക്കേറ്റത്. ജോലിക്ക് ഓട്ടോറിക്ഷയിൽ പോകും വഴിയാണ് കാട്ടുപന്നി ആക്രമണം നടത്തിയത്. വണ്ടൂർ അങ്ങാടിയിലെ നഗര സൗന്ദര്യവൽക്കരണം. നിലമ്പൂർ പാണ്ടിക്കാട് റോഡിൽ കൈവരി സ്ഥാപിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപാരി വ്യവസായി സമിതി. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന് നിവേദനം നൽകി. ഉമ്മൻചാണ്ടി അനുസ്മരണം പൂക്കോട്ടുംപാടത്ത് സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടത്തിയത്. ആര്യടൻ ഷൗക്കത്ത് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്,
കലാസാഗർ എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.